പ്രേക്ഷകർക്കും നമസ്കാരം. സ്റ്റാൻഡപ്പ് കോമഡി രംഗത്ത് കടന്നു വരുവാനും അവിടെ സ്വന്തമായ കയ്യൊപ്പ് ചാർത്തുവാനുമായിട്ട് ആസ്പയറിംഗ് സ്റ്റാൻഡപ്പ് കൊമേഡിയൻസിനെ പ്രാപ്തരാക്കുന്ന Once Upon a Time version 2.0, the ultimate stand-up comedy show presenting to you all by Ramesh Pishardi Entertainments and Amrita Television. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ് ദ versatile actress സുരഭി ലക്ഷ്മി. Once Upon a Timeന്റെ സ്വന്തം രമേശ് ഏട്ടൻ. വെൽക്കം രമേശ് ഏട്ടാ. Once Upon a Time version 2.0 ഇപ്പോൾ പെർഫോം ചെയ്യാനെത്തുന്നു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ഗാംഗുലി. ഉഷാറല്ലേ? ഇന്ന് ഗാംഗുലി രണ്ട് കൽപ്പിച്ചാ വന്നെന്നുള്ളത് ഗാംഗുലിയുടെ മുഖം നോക്കി എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ചാത്തന്റെ തീഷ്ണത കണ്ണിലുണ്ട്. ഇന്നലെ ചാത്തനാണോ അടിച്ചത്? ഇല്ല കണ്ടിട്ട് പുല്ലുമാന്തിയാണെന്ന് തോന്നുന്നു. അതെ, അതെ തന്നെ. പുല്ലുമാന്തി എന്താന്നറിയോ? ഞങ്ങളവിടെ കിട്ടത്തില്ല. മതിലുന്തി കിട്ടുമോ? അതും കിട്ടത്തില്ല. വേറൊരു സാധനമാണ് മണവാട്ടി, എന്തോ മയക്കി, അങ്ങനെ ഒരു സാധനമാണ്. ആനമയക്കി. അതുപോലത്തെ സാധനം. പുല്ല് പറയാനുണ്ട്. അടിച്ചാൽ നമ്മള് നിലത്തിരുന്ന് ഇങ്ങനെ വെറുതെ പുല്ല് പറിച്ചു എവിടെയും വഴിയുടെ അരികെ പുല്ല് പറിച്ചുകൊണ്ടിരിക്കും, വേറെ ഒന്നും ചെയ്യൂല. പിന്നെ മതിലുന്തി എന്ന് പറയുന്ന സാധനമുണ്ട്. ഇത് അടിച്ചു കഴിഞ്ഞാൽ ഏതൊരു മതിലെ കയ്യും വെച്ച് ഇങ്ങനെ ഈ മതിലേൽ ഉന്തത്തേ ഉള്ളൂ രാവിലെ വരെ, വേറെ ഒന്നും നീങ്ങത്തില്ല. മതിലുന്തി. അതുപോലെ തന്നെയാണ് പോസ്റ്റ്മാനും. വീട് മാറി കയറി പോകും പോസ്റ്റ്മാൻ. എല്ലാം വേറെ വേറെ വീടുകളിൽ കയറി പോകുന്ന സാധനമാണ് പോസ്റ്റ്മാൻ. എന്നാ പൊടിച്ചോ. നമസ്കാരം രമേശ് ചേട്ടാ. നമസ്കാരം ചേച്ചി. ശരിക്കും ഇവിടെ കോമഡി പറയാൻ വന്നതാണ്. പക്ഷെ എനിക്ക് ആദ്യമായിട്ടൊരു എൻ്റെ ഒരു വിഷമമാണ് ചേട്ടനോട് പറയാനുള്ളത്. അതായത് എൻ്റെ വീട്ടിൽ 5 പേരാണ് ചേട്ടാ ഉള്ളത്. പക്ഷെ അതിൽ ഒരാൾക്ക് ഇപ്പോൾ വീട്ടിൽ കയറാൻ പറ്റണല്ലോ ചേട്ടാ. ഇപ്പോൾ ചേട്ടൻ്റെ വീട്ടിൽ 5 പേരുണ്ട്. ആ 5 പേരുണ്ടെങ്കിൽ മാത്രമല്ല ചേട്ടനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. എൻ്റെ വീട്ടിൽ 5 പേരിൽ ഒരാൾക്ക് ഇപ്പോൾ വീട്ടിൽ കയറാൻ പറ്റണില്ല. അയാളില്ലാത്ത കാരണം ഞങ്ങൾക്ക് ഒരു തൃപ്തി വരുന്നില്ല, ചോറ് കഴിക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു വിഷമാണ്. അത് ഞാൻ പറയാൻ തരാം. അതായത് എൻ്റെ വീട്ടിൽ ഞാൻ, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ അനിയൻ, പിന്നെ മത്തിക്കറിയാണ് ഉള്ളത്. മത്തിക്കറിക്കാണ് ഇപ്പോൾ വീട്ടിൽ കയറാൻ പറ്റാത്തത്. അത് ഈ TV സീരിയൽ കാരണമാണ് ഇപ്പോൾ മത്തിക്കറിക്ക് എൻ്റെ വീട്ടിൽ കയറാൻ പറ്റാത്തത്. അതായത് ചേട്ടാ, ഇപ്പോൾ എറണാകുളത്തൊക്കെ ഫ്രഷ് ടു ഹോം ആണല്ലോ. ഞങ്ങളുടെ ആലപ്പുഴയിലൊക്കെ ഫ്രഷ് ടു റോഡ് വരെ ആയിട്ടുള്ളൂ. അതായത് നമ്മൾ ഈ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലായിട്ട് വണ്ടി ഓടിച്ച് വരുമ്പോൾ ഈ 100 വാട്ടിൻ്റെ ബൾബ് മീൻ്റെ കണ്ണിലിട്ടിട്ട് കുറേ ചേട്ടന്മാരിങ്ങനെ നിൽക്കും. അപ്പോൾ മനസ്സിലായി നമ്മൾ ആ മീൻ മേടിക്കും. ആ മീൻ മേടിച്ചുകൊണ്ട് അച്ഛൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അച്ഛനും അമ്മയായിട്ടൊരു യുദ്ധമാണ്. കാരണം അമ്മ സീരിയലിൻ്റെ അകത്തായിരിക്കും. ഈ യുദ്ധത്തിൽ എൻ്റെ അച്ഛൻ ഡെയിലി തോൽക്കുന്നത് കൊണ്ട് മത്തിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നു. അതുമാത്രമല്ല, അതിലും വലിയ എനിക്ക് വിഷമമായിട്ട് തോന്നിയത് ഈ മത്തിനെ മാത്രം പ്രേമിച്ച് എൻ്റെ വീട്ടിലെ പൂച്ച പിണങ്ങി നാട് വിട്ടു പോയി. അതാണ് എൻ്റെ രണ്ടാമത്തെ വിഷമം. അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ ഞാനൊരു സ്റ്റാർട്ടപ്പാണ്. അതായത് എൻ്റെ അച്ഛനമ്മയുടെ ആദ്യത്തെ ബിസിനസ്സാണ് ഞാൻ. അറിയാലോ, ഈ ആദ്യത്തെ ബിസിനസ് വിജയിക്കാൻ പാടാണ്. അതുകൊണ്ട് 25 കൊല്ലമായിട്ട് ഞാൻ വീട്ടിലൊരു ബിസിനസ്സായിട്ട് തന്നെ നിൽക്കുകയാണ്. അതായത് ആദ്യത്തെ കുട്ടിയെ നമ്മൾ ഏറ്റവും നന്നായിട്ട് തന്നെ നോക്കാൻ ശ്രമിക്കും. ആ കുട്ടിക്ക് ബുദ്ധി ഉണ്ടോ ഒന്നുമില്ലെന്ന് നമ്മൾ നോക്കത്തില്ല. ഏറ്റവും നല്ല ലെവലിൽ എത്തണം എന്നാണ് നമ്മൾ ചിന്തിക്കുക. ആദ്യമേ അവനെക്കൊണ്ട് ICSE ചേർക്കും, അവിടെ നിന്ന് പറഞ്ഞു വിടുമ്പോൾ CBSE ചേർക്കും, അവിടെ നിന്ന് പറഞ്ഞു വിടുകൊണ്ട് കേരള സിലബസിൽ ചേർക്കും. അത് കഴിഞ്ഞിട്ട് അതിന് താഴെ വേറെ കേരളത്തിൽ സ്കൂളില്ലാത്തതുകൊണ്ട് മാത്രം 10ാം ക്ലാസ് പാസ്സാണ് കുറച്ച് പേരുണ്ടല്ലോ. ആ കൂട്ടത്തിലുള്ളതാണ് ഞാനും. ലോക്ക്ഡൗൺ വന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാണ്ടായപ്പോൾ ഞാൻ പുതിയൊരു ഹോബി കണ്ടുപിടിച്ചു. വീട്ടിലെ അമ്മയുടെയും കൂടി ഇരുന്ന് TV സീരിയൽ കാണുക. അത് ഇപ്പോൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളും നാളെ തുടങ്ങണം. ഏറ്റവും നല്ലൊരു ഹോബിയാണ്. അതായത് TV സീരിയൽ ഞാൻ 2-3 ദിവസം കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എല്ലാ സീരിയലും ഒരുപോലെയാണ്. അതായത് 2-3 വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്നെങ്കിൽ അമ്മായിയമ്മ നായിക, മരുമോള് വില്ലത്തി, അല്ലെങ്കിൽ മരുമോള് വില്ലത്തി, അമ്മായിയമ്മ നായിക. ഇനി ഇവർ 2 പേരും കൂടെ വില്ലത്തിയാണെങ്കിൽ ട്വിസ്റ്റാണ്, വേലക്കാരി ആയിരിക്കും നായിക. ഈ വേലക്കാരി എന്ന് പറയുമ്പോഴല്ല, ഈ നമ്മുടെ ഈ സീരിയലിലെ സ്ക്രിപ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര സ്നേഹമാണ്. ഈ സീരിയലിലെ വേലക്കാരിക്കുണ്ടല്ലോ BGM ഒക്കെ ഉണ്ടാവും. പാത്രം കഴിയുമ്പോഴൊക്കെ BGM, ചായ കൊണ്ടുവരുമ്പോൾ BGM, അങ്ങനെ BGM ഉള്ള വേലക്കാരിയാണ് നമ്മുടെ സീരിയലൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ സീരിയലിൽ മാറ്റം വരിക എന്ന് പറഞ്ഞാൽ ഈ നായികമാരുടെ ഡ്രസ്സ് മാറും, പിന്നെ അവരുടെ ആഭരണം മാറും, പിന്നെ ഇന്ന് നായികയായിട്ട് വരുന്നവർ നാളെ അമ്മയായിട്ട് വരും. അതാണ് മെയിനായിട്ടുള്ള മാറ്റം. പിന്നെ സീരിയൽ ആർക്ക് വേണേൽ എഴുതാം, 2 ഡയലോഗ് അടിച്ചാൽ മതി. അവളെ ഞാൻ നശിപ്പിക്കും, അവളെ ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ല. ഈ 2 ഡയലോഗ് ഇല്ലാത്തൊരു സീരിയൽ നമുക്ക് മലയാളത്തിൽ കാണാൻ പറ്റത്തില്ല. അതുപോലെ ഞാൻ എൻ്റെ വീട്ടിലെ ഫസ്റ്റ് സ്റ്റാർട്ടപ്പാണല്ലോ.
ഞാൻ ഇപ്പോഴും ഒരു സ്റ്റാർട്ടപ്പാണ്. പക്ഷെ എൻ്റെ അനിയൻ ഒരു സക്സസ്ഫുള്ളായ ബിസിനസ്സാണ്, അവന് ജോലിയുണ്ട് വീട്ടിൽ. അപ്പോൾ അവന് വർക്ക് ഫ്രം ഹോമാണ്. അപ്പോൾ സൂം വഴിയൊക്കെയാണ് അവൻ ജോലി ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അച്ഛൻ റിട്ടയർ ആണ്. അപ്പോൾ എൻ്റെ അച്ഛൻ ഇങ്ങനെ സൂമൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ചോദിക്കും, ഓ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നല്ലേ, വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിക്കും, KSRTC ബസ്സിലെ കണ്ടക്ടറായ അച്ഛൻ എങ്ങനെയാണ് വർക്ക് ഫ്രം ഹോം ജോലി ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ അച്ഛനൊരു മോട്ടിവേഷണൽ സ്പീക്കറാണ് ജോലി സ്ഥലത്ത്. അതായത് കയറുക എന്നുള്ള ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ് എൻ്റെ അച്ഛൻ. അപ്പോൾ ഇങ്ങനെ വീട്ടിൽ സീരിയലൊക്കെ കണ്ട് മടുത്തിരിക്കുമ്പോഴാണ് എനിക്ക് കൊച്ചിയിൽ ജോലി കിട്ടിയത്. അപ്പം ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടെ കൊച്ചിയിലേക്ക് വീട് മാറിയപ്പോൾ സാറിനറിയാം, ഈ ബാച്ചിലേഴ്സിന് കൊച്ചിയിൽ റൂം കിട്ടാൻ ഭയങ്കര പാടാണ്. പക്ഷെ ഞങ്ങൾക്കൊരു റൂം കിട്ടി. അതായത് ഒരു എഞ്ചിനീയറുടെ കഴിവുകൊണ്ടാണ് ഞങ്ങൾക്ക് ആ റൂം കിട്ടിയത്. കാരണം ഞങ്ങളുടെ ബെഡ്റൂമിൻ്റെ മേളിലൊരു കണ്ണാടിയാണ്. അതുകൊണ്ട് ഫാമിലിക്ക് ആർക്കും താമസിക്കാൻ പറ്റത്തില്ല. നമുക്ക് വേണേൽ കണി കണ്ടുണരുന്ന അല്ലെങ്കിൽ ആട്ടി ഉണർത്തുന്ന ഒരു വീടെന്ന് ആ വീട് നമുക്ക് പറയാം. അതായത് ഇപ്പോൾ നമ്മൾ രാവിലെ കണ്ണൊക്കെ തിരുമ്മി ഇങ്ങനെ എഴുന്നേൽക്കുമ്പോൾ മുകളിലെ വീട്ടിലെ ചേട്ടൻ മുണ്ടൊക്കെ മടക്കി കുത്തിയിട്ട് തോർത്ത് വീടിനായിരിക്കും കാണും. അപ്പോൾ നമ്മൾ മേലോട്ട് നോക്കിയിട്ട്, ആ ചേട്ടാ ഇത് പുതിയതാണല്ലോ, ഇത് ഊട്ടയില്ലല്ലോ എന്ന് ചോദിക്കും. അപ്പോൾ അപ്പം എന്ന് ഒരു ആട്ടം കണ്ടാട്ടോ. ആ ആട്ടം കണ്ടാണ് ഞങ്ങളുടെ ദിവസം തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ കൊച്ചിയിൽ ജീവിക്കാൻ വന്ന ടൈമിനാണ് കൊച്ചി മെട്രോയും വന്നത്. പക്ഷേ ഈ കൊച്ചി മെട്രോ കയറിയപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം മനസ്സിലായത്. അപ്സരസുകൾ ആകാശത്താണെന്ന് പറയുമല്ലോ, അത് സത്യമാണ്. കൊച്ചി മെട്രോ കയറിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമ്മളെ ഡയാന ചേച്ചിനെ പോലെയുള്ള അപ്സരസുകളെ കാണണമെങ്കിൽ നമ്മൾ കൊച്ചി മെട്രോ തന്നെ കയറണം. നമ്മൾ ഈ പരിപാടി തമാശ പറയണം, അതിന് സമ്മാനം ഉണ്ടെന്നറിയാം. പക്ഷെ ഇതുവരെ കേട്ടതിൽ ഏറ്റവും നല്ല തമാശ നീ ഇപ്പോഴാണ് പറഞ്ഞത്. നിനക്ക് പ്രൈസിനുള്ള സാധ്യതകള് ആരാ നിനക്ക് സെൻസ് ഓഫ് ഹ്യൂമർ ഇല്ല എന്ന് പറയുന്നത് ഇവിടെ? എന്തായാലും ഞാൻ മാർക്ക് കൊടുക്കുന്നില്ല. അല്ല ചേച്ചി അല്ല ചേച്ചിനെ പറയാൻ എനിക്ക് ഒരു പേടിയുള്ളതുകൊണ്ടാണ്, അതൊന്നും ഞാൻ ഡയാന ചേച്ചിനെ പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ ആദ്യമേ ചേച്ചിനെ പറയുള്ളൂ. ഏതാ അപ്സരസ? അപ്സരസിനേക്കാളും സുന്ദരിയായിട്ടുള്ള ആള് ഏതാ? ചേച്ചി. കപ്സറപ്പോ? ഭയങ്കര ഇതായി പോയില്ലേ? ഭയങ്കര എനിക്ക് ഇവിടെ വളരെ അയ്യോ, എനിക്ക് ഡയാനയുടെ തേങ്ങല് ഞാൻ ഇവിടുന്ന് കേട്ടു. എനിക്ക് സുരഭിയുടെ തേങ്ങല് ഞാൻ കേട്ടു. എന്റെ അടുത്തും വലുത് കയറിയിരിക്കുമല്ലേ സാറിന്. ഞങ്ങൾ മെട്രോയിൽ പോകുമ്പോൾ കിടന്നുറങ്ങിയൊക്കെയാണ് പോകുന്നത്, അധികം ആൾക്കാരില്ല. അപ്പോൾ ഗവൺമെൻറ്റിന് തോന്നി മെട്രോ 2 ദിവസത്തേക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാം. അപ്പോൾ ആൾക്കാർ കയറി അത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ആൾക്കാർ അത് തിരക്കായിക്കോളും എന്ന് വിചാരിച്ചു. ഇന്ന് കൂടുതൽ അപ്സരസുകളെ കാണാമല്ലോ എന്ന് ഓർത്ത് ഞാൻ മെട്രോയിൽ പോയി. മെട്രോ ചെന്നപ്പോഴാണ് ചേട്ടാ നമ്മുടെ ഈ അമ്പലപ്പറമ്പിൽ ആൾക്കാർ വരികയില്ലേ, അതുപോലെ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. ബലൂൺ വിൽപ്പനക്കാർ, കപ്പലണ്ടി വിൽപ്പനക്കാർ, കല്യാണം കഴിച്ച ഭാര്യയും ഭർത്താവും സെക്കൻഡ് ഹണിമൂൺ പോലെ ഇവിടുന്ന് അപ്പുറത്തായിട്ട് കപ്പലണ്ടി എറിയുന്നു. ഈ ചേട്ടൻ വായി പിടിച്ചെടുക്കുന്നു. അങ്ങനെ മൊത്തം ഒരു പാർക്കിൻ്റെ പ്രതീതി. അതിനുശേഷം ഞാൻ അപ്സരസിലെ കാണാൻ പോയിട്ടില്ല. ആ പരിപാടി ഞാൻ നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. അല്ല അപ്സരസുകളെ കാണാൻ മെട്രോയിൽ പോകുന്ന എന്തിനാണ്? ഫൺസ് പോണ ടൈം വന്നാൽ മതിയല്ലോ. എല്ലാ തവണ ഇത് ഇത്രയും പെമ്പിള്ളേർ ഇവിടെ വരണം നിർബന്ധം ഇല്ലല്ലോ. അല്ല അതല്ല, എന്നാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാം. ഒരാളെങ്കിലും കാണാൻ പറ്റും. അതെ, എങ്ങനെയായിരുന്നു ചേച്ചി പെർഫോമൻസ്? നല്ലായിരുന്നു, ഗംഭീരായിരുന്നു. നല്ല പ്രകടനമായിരുന്നു കേട്ടോ. ഗാംഗിൽ ഇതിനിടയിൽ സീരിയലുകളെ പറ്റിയൊക്കെ കുറെ കാര്യങ്ങൾ അതിനിടെ പറഞ്ഞു. നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ സീരിയലിലൊക്കെ ഉണ്ട്. ഞാനും സീരിയലിൽ നിന്ന് വന്ന അതെ. അപ്പൊ സീരിയലുകൾ നമ്മൾ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു, ഇല്ലെന്നൊന്നും പറയുന്നില്ലെങ്കിൽ ഇപ്പൊ എല്ലാ സീരിയലുകളും. അപ്പൊ സിനിമയ്ക്ക് അങ്ങനെ പ്രത്യേകമായിട്ട് സീരിയലിൽ കാണിക്കാത്ത കാര്യങ്ങൾ കാണിക്കുന്ന ഒരു കലാരൂപമാണ് സിനിമയെന്നോ അങ്ങനെ ഒന്നുമില്ല. എല്ലാ കലയിലും ഒരുമിക്കലും വളരെ ക്രൂരമായ കാര്യങ്ങളും സ്നേഹമുള്ള കാര്യങ്ങളും ഒക്കെ കാണിക്കാറുണ്ട്. അതിനകത്ത് തന്നെ സീരിയലുകളൊക്കെ ഇപ്പൊ ഒരുപാട് മാറി, വളരെ ഗംഭീരമായിട്ടുള്ള സംഭവങ്ങളുണ്ട്. പിന്നെ സീരിയൽ എഴുത്തൊക്കെ ഒരു ആർട്ടാണ്. വെള്ളിയാഴ്ച കൊണ്ടൊരു പഞ്ചര നിർത്തുക, പോവുക, 10,000 1500 എപ്പിസോഡുകളൊക്കെ പോകുന്ന സീരിയലുകളുണ്ട്. അങ്ങനെയുള്ള നമ്മളുടെയൊക്കെ അമ്മപെങ്ങന്മാരുടെ സന്ധ്യ സമയങ്ങളെ എൻഗേജ് ചെയ്ത് വെക്കുന്നതിനകത്ത് മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരുപാട് സീരിയലുകൾ നമ്മുടെ നാട്ടിലുണ്ട്. സുരഭി സീരിയൽ എന്ന് വന്നതല്ലേ? സീരിയൽ ചെയ്തിട്ടില്ലേ? തീർച്ചയായിട്ടും. അപ്പൊ സീരിയൽ ചെയ്യുമ്പോൾ വേറൊരു ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ നമുക്കറിയില്ല നാളെ എന്താ ഇത് സംഭവിക്കാൻ പോകുന്നത്. കഥ കേട്ടിട്ടല്ലല്ലോ ഇത്. ആദ്യത്തെ ഒരു 5 എപ്പിസോഡിന്റെ കഥയെ നമ്മളൊക്കെ കേൾക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് സ്ക്രിപ്റ്റ് എഴുതുന്ന ആള് അദ്ദേഹത്തിന്റെ മൂഡ് അനുസരിച്ചിട്ടും റേറ്റിംഗ് അനുസരിച്ചിട്ടും ഏത് കഥാപാത്രത്തിനെ ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നു എന്നനുസരിച്ചിട്ടൊക്കെ റൂട്ട് ഇങ്ങനെ മാറ്റിവിടും. അപ്പോൾ ഒരു ദിവസം സോന എന്ന് പറഞ്ഞുള്ള ഒരു ക്യാരക്ടറാണ്, എൻ്റെ മകൾ എൻ്റെതായിരിക്കും. പിറ്റേന്ന് വരുമ്പം അത് സുരഭിയുടെ മകളല്ല, അനാഥാലയത്തിൽ നിന്ന് അത് മാറിപ്പോയിരിക്കും. അപ്പൊ ഇന്നലെ അഭിനയിച്ചതെല്ലാം തെറ്റിപ്പോവും. അപ്പൊ ഇന്ന് ഞാൻ വേറെ അഭിനയിക്കണം. പിന്നെ അത് കഴിഞ്ഞ് രമേശ് ചേട്ടനോടുള്ള സങ്കടവും മറ്റേ ചേട്ടനോടുള്ള ഒരു വെറുപ്പും അമ്മായി അല്ലെങ്കിൽ അവരോടുള്ള ഒരു വിദ്വേഷവും ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ അവസാനം
ഒരു റിയാക്ഷൻ കൊടുക്കണം. അവിടെയാണ് നമ്മൾ ഒരു നല്ല നടിയായി മാറുന്നത്. സീരിയലുകൾ പ്രധാനമായിട്ട് ഒരു എബവ് 35 ആയിട്ടുള്ള അല്ലെങ്കിൽ എബവ് 40 ആയിട്ടുള്ള ഒരു ഏജ് ഗ്രൂപ്പിനെ ടാർഗറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ്. അതെ, എന്റെ അമ്മമ്മയ്ക്കൊന്നും സീരിയൽ കണ്ടിട്ടില്ലെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല. അവിടെയുള്ള വടിയൊക്കെ എടുത്തിട്ട് അവളോട് പോകാൻ പറയാന്നൊക്കെ പറയും. എന്റെ ഭാര്യയുടെ അമ്മയൊക്കെ TV കാണും, അത് കഴിഞ്ഞിട്ട് കിടന്നിട്ട് മൊബൈലിൽ കാണും, പിന്നെ അത് യൂട്യൂബിൽ കാണും, പിന്നെ അതിന്റെ റിപ്പീറ്റ് കാണും, പിന്നെ 2 തവണ കണ്ട സീരിയല് ലോക്ക്ഡൌണിൽ റിപ്പീറ്റ് വന്നപ്പോൾ അത് പിന്നെയും കാണും. ഞാനൊരിക്കൽ ട്രെയിനിൽ കോഴിക്കോട് പോകുമ്പോ എന്റെ നേരെ ഓപ്പോസിറ്റ്, ഞാൻ ഒറ്റയ്ക്ക് കാണാന്ന്. കോഴിക്കോട്ടേക്ക് എന്നെ പോണോ? സ്ഥലം മാറ്റി പിടിച്ചു? ഇല്ല, ഞാൻ കോഴിക്കോട്ടാ പോയത്. ഞാൻ വടക്കോട്ട് ഒരുപാട് പോണേ. ട്രെയിൻ നല്ല സുഖം, ഉറങ്ങും എണീക്കുമ്പോ അവിടെ എത്തും, തിരിച്ച് കയറും, ഉറങ്ങും എണീക്കുമ്പോ എറണാകുളത്തെത്തും. സുഖം പരിപാടിയാണ്. അപ്പൊ എന്റെ വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല. നമ്മളിങ്ങനെ ചെറിയ ആലോചന പ്രായമൊക്കെ നിൽക്കുമ്പോൾ ഒരു നവവധൂവരന്മാരെ ഓപ്പോസിറ്റ് വന്ന് ഇരുന്നിട്ടേ, അയ്യോ എന്തോ ഒരു എന്റർടൈൻമെന്റ് ആണ് പറയുക. എന്റർടൈൻമെന്റും ആണ്, നമുക്കാണെങ്കിൽ അസൂയയും വരുന്നത്. ഇവനവന്റെ മടി കിടക്കും. നാണം വരലല്ല, നമുക്ക് ഇവർക്കൊരു നാണമില്ല. ഇതിങ്ങനെയുണ്ട്. എന്നിട്ട് എന്താ ഇതിങ്ങനെ ഇരിക്കുന്നു. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം എന്താ അറിയോ, ഇരിക്കുക സുരഭി, ഇതൊക്കെ ഉള്ളൂ. അപ്പൊ നമുക്ക് നേരെ നോക്കാൻ പറ്റില്ല. ഈ ജനലിൽ കൂടെ ഞാൻ എത്ര നേരം പുറത്തേക്ക് നോക്കിയിരിക്കും. നേരെ നോക്കിയാല് ഇവരെ നോക്കുവാന്നങ്ങനെ ഇവര് വിചാരിക്കുമെന്ന് എന്റെ ടെൻഷൻ. ഇവർക്ക് അങ്ങനെ ഒരു ടെൻഷനേ ഇല്ല. തിന്നുന്നു, അത് കഴിഞ്ഞ് ഇവന്റെ ഓട്ടം മടി കിടന്ന് പേൻ നോക്കുന്നു, അത് കഴിഞ്ഞ് ഇവന്റെ മടി കിടന്ന് പേൻ നോക്കുന്നു, പിന്നെ 2 പേരും കൂടെ ഒരു മൊബൈൽ നോക്കുന്നു, 2 പേരും കൂടെ ഒരു ബുക്ക് വായിക്കുന്നു. ഇതൊക്കെ കണ്ടതിന്റെ ഓർമ്മകൾ ഞാൻ വെറുതെ ആയപെട്ടി നിന്റെ ആ സെയിം പറഞ്ഞപ്പോ. ഗംഭീരമായി കേട്ടോ. പെർഫോമൻസ് വളരെ ഗംഭീരമായിരുന്നു എന്നുള്ള കമന്റ്സ് ആണ് കിട്ടിയത്. കീപ് ഇറ്റ് അപ്പ്. തകർപ്പൻ പെർഫോമൻസുമായി എത്തുന്നു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ രഞ്ജു കാർത്തിയാനി. രഞ്ജു കാർത്തിയാനി ചേച്ചി ഒരു ആക്ടിംഗ് ട്രെയിനർ ആണ്. ആണോ? അതെ. പിന്നെ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. പെർഫോമൻസ് മേളത്തിന് പോവും. അങ്ങനെ പല പരിപാടികളുള്ള ആളാണ് രഞ്ജു കാർത്തിയാനി. ഒരു ഫോട്ടോഗ്രാഫറുടെ ഒരു ലുക്കിൽ. ഫോട്ടോഗ്രാഫർ മാത്രമല്ല, ആരുടെയൊക്കെയോ ഛായ. ഏതോ പാരലൽ കോളേജിലെ ഹിന്ദി മാഷ് ആയിക്കോട്ടെ. അപ്പൊ പെർഫോമൻസ് ആണ്. അപ്പൊ നമുക്ക് രഞ്ജുവിന്റെ പെർഫോമൻസിലേക്ക് പോവാം. ഹായ്, ഹലോ, നമസ്കാരം മേഷേട്ടാ, നമസ്കാരം സുരഭി ചേച്ചി. നമസ്കാരം. നമ്മൾ കലാകാരന്മാരെന്ന് പറയുമ്പോൾ 3 ഏരിയയിൽ കൂടെ കടന്നു പോകണം. 1 നമ്മൾ പെർഫോം ചെയ്യണം, 2 പഠിപ്പിക്കണം, 3 വിധി നിർണയത്തിന് പോകണം. അപ്പോൾ ഇതെല്ലാം ഉൾക്കൊണ്ടുവരുന്ന കലോത്സവ വേദിയിലേക്കാണ് തൽക്കാലം ഞാൻ നിങ്ങളെ കൊണ്ടുവന്നത്. കുറച്ച് കലോത്സവ വേദിയിലെ രസകരമായിട്ടുള്ള സംഭവങ്ങൾ, അവിടുത്തെ നർമ്മരസമായിട്ടുള്ള കുറേ സംഗതികളൊക്കെയാണ് ഇത്തവണ ഞാൻ അവതരിപ്പിക്കുന്നത്. ഞാൻ അത്യാവശ്യം കലാപ്രവർത്തനം നടത്താറുണ്ട്, ടീച്ചിങ്, അതുപോലെ തന്നെ ഡ്രാമ ട്രെയിനിങ്ങും അതുപോലെ തന്നെ പോകാറുണ്ട്. പിന്നെ കൂത്താട്ടുകുളം സ്കൂളിൽ പഠിപ്പിക്കാൻ പോയപ്പോൾ ഓൾറെഡി നമ്മളോട് ഫസ്റ്റ് കിട്ടി. കഴിഞ്ഞ വർഷം ഇംഗ്ലീഷ് ഡ്രാമയ്ക്ക് ഫസ്റ്റ് കിട്ടിയിട്ട്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സ്കൂളിൽ നമ്മൾ എന്താ പറയുക, ചെറിയൊരു സ്റ്റാർ ആവും. അപ്പോൾ ടീച്ചേഴ്സും മാഷുമാരും അതുപോലെ തന്നെ കുട്ടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഗുഡ് മോർണിംഗ് പറഞ്ഞേ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഗുഡ് മോർണിംഗ് ടീച്ചർമാരുണ്ട്, ഗുഡ് മോർണിംഗ് പ്രിൻസിപ്പാളുണ്ട്, രഞ്ജു ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ 3 ഗുഡ് മോർണിംഗിൻ്റെ അർത്ഥം വേറൊന്നുമല്ല, ഈ വർഷം നമ്മളത് പ്രൈസ് അടിച്ചു കൊടുത്തില്ലെങ്കിൽ പിറ്റത്തെ വർഷം നമ്മളവിടെ പോകും. അതാണ് എൻ്റെ സംഗതി. ഇപ്പോൾ ഇത്തവണ റിഹേഴ്സൽ വളരെ സജീവമായിട്ട് നടന്നു. ഞങ്ങൾ റിഹേഴ്സലൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് 3:30 സ്കൂൾ വിടും. അപ്പം ഞാനും എൻ്റെ സുഹൃത്തും കൂടി, ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നത്, ഞങ്ങൾ സുഹൃത്തും കൂടി ഇങ്ങനെ വരുന്ന സമയത്ത് അന്ന് സ്കൂളിൽ പേരൻസ് മീറ്റിംഗ് ആണ്. അപ്പോൾ ഒരു അമ്മയും മോളും കൂടി ഇങ്ങനെ നടന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ബാക്കിലുണ്ട്. സ്കൂൾ ഇങ്ങനെ നടന്ന് ഞങ്ങൾ ഇവരെ വെട്ടിച്ച് പതുക്കെ ഫ്രണ്ടിലേക്ക് പോയി. ഏകദേശം ഒരു 3 അടിയായപ്പോൾ ഈ കുട്ടി, അപ്പോൾ കൂത്താട്ടുകുളം ഭാഗത്തൊക്കെ നല്ല ഭാഷയാണല്ലോ, ഈ കുട്ടി നമ്മളെ നോക്കിയിട്ട് ഞങ്ങൾ പോകുമ്പോൾ ബാക്കിൽ നിന്ന് പറയാണ്, കണ്ടോ ഞങ്ങളുടെ സ്കൂളിൽ നാടകം പഠിപ്പിക്കുന്ന മാഷന്മാരാ, എന്നെ നാടകം എന്ന് പറയുമ്പോൾ 1 നാടകം സാറുമാർ ചെയ്തേ, കഴിഞ്ഞ തവണ സ്റ്റേറ്റ് വെച്ചായിരുന്നു, ഞങ്ങൾക്ക് നല്ല നാടകം നമ്മച്ച് കണ്ടേക്കണം, ഇത്തവണ അവരെ നല്ല പ്രൈസ് എന്തായാലും അടിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാനുണ്ടല്ലോ കൂത്താട്ടുകുളം ആ ജംഗ്ഷനിൽ ഒരു കപ്പേളയുണ്ട്, കപ്പേളയുടെ മുകളിലേക്കൊക്കെ എൻ്റെ തല പോയി. ഞാൻ അങ്ങനെ കപ്പേളയുടെ ഏറ്റവും മുകളിൽ കുരിശുമ്പോൾ കയറി നിൽക്കുകയാണ്. പിണ്ട് കൊച്ചിൻ്റെ അമ്മ പറയണേ, മര്യാദയ്ക്ക് പഠിച്ചോ അല്ലെങ്കിൽ ഇതുപോലെ തെര വരെ നടക്കാമെന്ന്. ഞാൻ ആ നേരത്ത് ആ കുരിശിൻ്റെ മുകളിൽ നിന്ന് കിടക്കേണ്ട താഴ്ത്തി ഒറ്റ വീഴ്ച. അപ്പോൾ അതുപോലെ തന്നെ ഒരു വീട്ടിൽ നമ്മൾ മോണാക്ട് പഠിപ്പിക്കാൻ പോയി. അവിടേക്ക് എൻ്റെ മാഷാണ് മോണാക്ട് പഠിപ്പിക്കാൻ വിട്ടത്. മാഷ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നീ പോയിട്ട് മോണാക്ട് പഠിപ്പിക്കുക, ഞാൻ അവിടേക്ക് വരില്ല, കാര്യം എനിക്ക് ചെറിയ ഹോസ്പിറ്റലിൽ കേസുണ്ട്, നീ പൊക്കോളം പറഞ്ഞു. അപ്പോൾ ഞാൻ മോണാക്ട് പഠിപ്പിക്കാൻ വേണ്ടി പോയി. ആ വീട്ടിലിങ്ങനെ കോളിമ്പിൽ അമർത്തി, ടെങ് ടാങ്, നേരെ ഡോർ തുറന്നു, ഞാൻ അകത്തേക്ക് വരുന്നു. അപ്പോൾ അന്നപ്പോൾ തന്നെ നിഷാദ് എന്ന പയ്യൻ്റെ പേര്, നിഷാദിൻ്റെ ഉമ്മ വന്നിട്ട് പറഞ്ഞു, വന്നിരിക്കുമോനെ മാഷ് പറഞ്ഞിട്ട് അമ്മ വന്നിരിക്കുക. ചായ തന്നു, ഉപ്പക്കായ തന്നു, അതുപോലെ തന്നെ ഈന്തപ്പഴം തന്നു, ഞാൻ കഴിച്ചു.
തുടങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞു. ശരി, അപ്പം നിഷാദ് മോളിൽ നിന്ന് വന്നു, നമുക്ക് തുടങ്ങാൻ സാറേ എന്ന്. ശരി, അപ്പം അങ്ങനെ മോണാക്ട് ട്രെയിനിങ് ഗംഭീരമായിട്ട് നടന്നു. ഒരു 2 മണിക്കൂറൊക്കെ മോണാക്ട് അവനെ നന്നായിട്ട് ട്രെയിൻ ചെയ്യിപ്പിച്ച് അവൻ ഉഷാറാക്കി. ഇറങ്ങാൻ നേരത്തേക്ക് ഉമ്മ വന്നിട്ട് പറഞ്ഞു, അല്ല മോനെ അപ്പോഴേ ഇതിൻ്റെ പൈസേൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മോണാക്ടിന് നമ്മളൊരു 5000 രൂപയ്ക്കാണ് ചാർജ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. കിട്ടി പോയി അവിടെ പോയി. ഒരു മോണാക്ടിന് 5000 രൂപ അല്ലേ? മാഷി മിമിക്രി കൂടി പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു മോണാക്ട് എടുക്കുമ്പോൾ 5000 റുപ്യ, ഒരു ജോഡി ആയിട്ട് എടുക്കുകയാണെങ്കിൽ 10000 റുപ്യ അല്ലേ മാഷേന്ന്? ജോഡി ആയിട്ട് എടുക്കണമെങ്കിൽ 10000 റുപ്യ. അപ്പോൾ ഞാൻ പറഞ്ഞു അതന്നെ ജോഡി ആയിട്ട് എടുക്കണേ. അങ്ങനെ പൈസ എൻ്റെ കയ്യിൽ കൊണ്ട് തന്നു. അപ്പോൾ ഞാൻ അങ്ങനെ പൈസ എന്നെ കൊണ്ട് നേരത്തെ ഈ വന്നിട്ട് പറയാണ്, എന്തെങ്കിലും ആവട്ടെ ജിഷാദ് കമ്പ്യൂട്ടർ പഠിക്കുന്നുണ്ട്, മോണാക്റ്റും കൂടി പഠിക്കട്ടെ, ഒരു കൈത്തൊഴിലാവില്ലേന്ന്. മോണാക്ട് പഠിച്ചിട്ട് നമ്മൾ മോണാക്ട് നാടകമെല്ലാം പഠിച്ചിട്ട് ഇങ്ങനെ നേരെ പറ നടക്കുക, അപ്പോഴാണ് കൈത്തൊഴിലാവില്ലേന്ന്. ഇതാണ് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നതിൻ്റെ ഒരു സംഗതി. ഇനി ജഡ്ജ്മെൻ്റ് ആയിട്ട് പോകണമെങ്കിൽ, അപ്പോൾ നമുക്കറിയാം ജഡ്ജ്മെൻ്റ് ആയിട്ട് പോകണമെങ്കിൽ മലബാറിലൊക്കെ അന്നത്തെ തെയ്യത്തിൻ്റെ ദൈവങ്ങളാണ്. അതുപോലെയാണ് ജഡ്ജസ് ആയിട്ട് സ്റ്റേജിൻ്റെ ബാക്കിൽ ജഡ്ജസ് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. സാർ വന്നിരിക്കും. അപ്പോൾ പ്രോഗ്രാം തുടങ്ങുമ്പോൾ രമേശ് ചേട്ടൻ അവരൊക്കെ വന്നിരിക്കുന്ന പോലെ ജഡ്ജസ് വന്നിരിക്കും. അവർക്ക് മുന്നിൽ ലെറ്റർ വരും. അപ്പോൾ ഈ ജഡ്ജസ് ലെറ്ററിൽ ഇങ്ങനെ എഴുതിയിട്ട് അവരൊരു വെള്ള പേപ്പറിൽ എഴുതിയിട്ട് പേപ്പർ കൊടുക്കും. പേപ്പർ കൊടുത്തിട്ട് പിന്നെ അനൗൺസ് ചെയ്യണം. അപ്പോൾ ഇത് വായിക്കുന്ന ഒരു മാഷ് 60ാമത് തൃശ്ശൂർ ജില്ലാ കലോത്സവത്തിലേക്ക് ജഡ്ജസിനെ പരിചയപ്പെടുത്തുന്നു. രമേഷ് പിഷാരടി കഴിഞ്ഞ 30 വർഷമായി ദൃശ്യകലാരംഗത്ത് വളരെ സജീവ സാന്നിധ്യം. നല്ലൊരു കൈയടി രമേഷ് പിഷാരടി കൊടുക്കും. സുരഭി ലക്ഷ്മി കഴിഞ്ഞ 40 വർഷമായി അഭിനയ രംഗത്ത് സജീവ സാന്നിധ്യം. സുരഭി ലക്ഷ്മിക്ക് നല്ലൊരു കൈയടി കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ മത്സരങ്ങളുടെ ഷെഡ്യൂൾ നല്ല ടൈറ്റ് ആകുമ്പോൾ എണ്ണം തികയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ജഡ്ജിനെ എവിടെന്നെങ്കിലും പിടിച്ചു കൊണ്ടുവിടും. അത് അതിന് നോട്ടം വെക്കില്ല. അപ്പോൾ ഒരു കുപ്പുസ്വാമി എന്നുള്ള കഥാപാത്രം. അപ്പോൾ ഇയാൾ വായിക്കേണ്ട എഴുതിയത് അടുത്ത് ശ്രീ കുപ്പുസ്വാമി നിരവധി നാടകങ്ങളിൽ ജഡ്ജായി വേഷമിട്ടിട്ടുണ്ട്. മോണാക്ടും ഡ്രാമയും ജഡ്ജ് ചെയ്യുമെന്ന ആൾ പറയും, നിരവധി നാടകങ്ങളിൽ ജഡ്ജായിട്ട് വേഷമിട്ടിട്ടുണ്ട്. അതുപോലെ പാലക്കാട് ജില്ലാ കോമ്പറ്റീഷൻ നടക്കുകയാണ്. പാലക്കാട് ജില്ലാ കോമ്പറ്റീഷൻ ഞാൻ ഒരു ജഡ്ജാണ്, നമ്മുടെ സുഹൃത്ത് വിനോദ്, മിമിക്രി ചെയ്യുന്ന വിനോദ് ഒരു ജഡ്ജാണ്, ഈ പറഞ്ഞ കുപ്പുസ്വാമി ഉണ്ട്. അപ്പം മോണാക്ട് മത്സരത്തിൽ ഒരു രക്ഷയില്ല, ആവർത്തന വിരസത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ഇതിങ്ങനെ ഞങ്ങൾക്കിങ്ങനെ ബോറടിച്ചിട്ട് പേനൊക്കെ എടുത്തിട്ട് വട്ടം വരച്ച് ജഡ്ജസ് സീറ്റിൽ ഇങ്ങനെ കുത്തിക്കിരിക്കുക. ഒരു പയ്യൻ വന്നു, നമസ്കാരം, പ്ലാസ്റ്റിക് ആധുനിക ജന്മത്തിലെ മഹാവിപത്ത് പ്ലാസ്റ്റിക്, എൻ്റെ ഏകാഭിനയത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. എൻ്റെ പൊന്നെ, എൻ്റെ ഉറക്കൊക്കെ പോയി, സട്ട കുടഞ്ഞു. വിനോദ് നോക്കി, വിനോദ് എൻ്റെ നോക്കി, ഇവൻ പൊളിക്കൂടാന്ന് പറഞ്ഞു. ഞാൻ അപ്പം തന്നെ ഇവന് വേണ്ടി എഴുതി വെച്ചു ചെസ് നമ്പർ 43 പ്ലാസ്റ്റിക്. കാര്യം പ്ലാസ്റ്റിക് എന്നൊക്കെ ഒരു സംഭവം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ എളുപ്പമല്ലോ. അങ്ങനെ നമ്മളിങ്ങനെ സാഘൂതം ഇങ്ങനെ അവൻ്റെ പെർഫോമൻസ് വീക്ഷിച്ചുകൊണ്ടിരിക്കുക. റെഡി, ഇവൻ പടയ്ക്കും. അപ്പോൾ മോണാക്ട് തുടങ്ങി. അല്ല സൈനബാ, നീ എന്താണ് ഇന്ന് വെള്ളം ചൂടാക്കണില്ലേ? എനിക്ക് ജോലിക്ക് പോകണ്ടല്ലേ, വെള്ളം ചൂടാക്ക്. അപ്പോൾ സൈനബ, മനുഷ്യനെ വെള്ളം ചൂടാക്കാൻ ഇവിടെ ഗ്യാസും ഇല്ല, പിന്നെ വിറകും വെട്ടാനൊന്നും സാധനങ്ങളൊന്നും ഇല്ലല്ലോ. വിറകും ഗ്യാസ് ഇല്ലെങ്കിൽ ഇപ്പം എന്താ, എനിക്കതാ പ്ലാസ്റ്റിക് കുപ്പിയും അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിന്റെ കവറൊക്കെ എടുത്ത് കത്തിച്ചൂടെ, നമ്മുടെ വീട്ടിൽ ബെസ്റ്റായി കിടക്കുന്നതല്ലേ. വർഷങ്ങൾ കഴിഞ്ഞ് എന്താണ് മോനെ നീ ചുമക്കിന്? ഉമ്മോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ പ്ലാസ്റ്റിക് കത്തിക്കല്ലേ എന്ന്. ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ പുക ശ്വസിച്ച് എനിക്ക് മഹാരോഗം വന്നിരിക്കുന്നു. അതെ, ആ പയ്യന് ക്യാൻസർ വന്നിരിക്കുന്നു. എൻ്റെ മോണാക്ട് ഇവിടെ അവസാനിക്കുന്നു. ഇതാണ് പ്ലാസ്റ്റിക് എന്ന മഹാവിപത്തിൻ്റെ മോണാക്ട്. ഞാനവനെ ആ പേനോട് ഇങ്ങനെ വെട്ടി ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് പേപ്പർ 2 പീസാക്കി കീറി മാറ്റി. അവരത്ര പ്രതീക്ഷയിൽ കിട്ടേ. അതുപോലെ മലപ്പുറം ജില്ലാ ജഡ്ജ്മെൻറ്റ് ഇംഗ്ലീഷ് സ്കിറ്റാണ് കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷ് സ്കിറ്റ് 10 മിനിറ്റ് ആയിട്ടാണ്, 20 എണ്ണം ഇങ്ങനെ നിൽക്കുക. ബാക്കിൽ സെറ്റൊക്കെ വെച്ചിട്ട് മാഷന്മാർ കുട്ടികളെ പെയിൻ്റ് അടിക്കുന്നു, കുട്ടികൾ മാഷന്മാരെ പെയിൻ്റ് അടിക്കുന്നു, സൈഡിൽ കൂടെ വേറെമാർ പെയിൻ്റ് അടിക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ, നമ്മൾ 3 പേരും ജഡ്ജസ്, ഞാനുണ്ട്, വിനോദുണ്ട്, കുപ്പുസ്വാമി ഉണ്ട്. അപ്പോൾ മലപ്പുറത്തൊരു സംഗതി ഉണ്ട്, ഒരു പാരലൽ ജഡ്ജ്മെൻറ്റ് നടക്കും. അതായത് വേറെ ഒന്നുമില്ല, നമ്മളിങ്ങനെ എടുത്തിട്ട് ജഡ്ജ്മെൻറ്റ് ചെയ്യുമ്പോൾ ഒരു നല്ലൊരു പെർഫോമൻസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിൽ നിന്ന് പറയും, അതേ അടിക്കൂട്ട പ്രൈസ്, ഓനെ തന്നെ പ്രൈസ് കിട്ടുപോയ സംശയമൊന്നുമില്ല. ഇപ്പോൾ ഇപ്പുറത്തേക്ക് ഞാൻ പറയും, അങ്ങനെ വരാൻ വഴിയൊന്നുമില്ല, അതിന് നല്ല ചെസ് നമ്പർ 5 നല്ല പെർഫോമൻസ് ആയിരുന്നു. നീ എന്താ പറഞ്ഞത്, ഇവന് പ്രൈസ് കൊടുത്തില്ലെങ്കിൽ ജഡ്ജസ് ജീവനോടെ പോകുന്നൊക്കെ. ഇതൊക്കെ നമ്മുടെ തൊട്ട് ബാക്കിൽ നിന്ന് പറയാം. അവരങ്ങനെ പോകുന്നില്ല, അവർക്കറിയാം, അവർ സംഭവം അറിയാമെന്നൊക്കെ. കിളി പോയിട്ടാണ് അവിടെ ഇരിക്കുന്നത്. നമ്മൾ ഇതൊക്കെ നോക്കി കണ്ടിരിക്കണം. ഒരാൾ സൈഡിൽ മറ്റേ സ്പീക്കറിൻ്റെ സൈഡിൽ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. ഞാനിങ്ങനെ നോക്കി, എന്തോ ഒരു പന്തി കേടുന്നു, നോക്കേണ്ട ആവശ്യമില്ല, പാരൽ ജഡ്ജ്മെൻറ്റ് അങ്ങനെ കേൾക്കണില്ല. അപ്പോൾ ഞാൻ ഇപ്പുറത്ത് നോക്കി, അപ്പോൾ ഒരു ടീച്ചർ സാരി എടുത്തിട്ട് ആട്ടൊക്കെ ഉണ്ടാവും. ഞാൻ എന്താണ് സംഭവം എന്നറിയില്ല. മത്സരം കഴിഞ്ഞ് പറഞ്ഞു ഇംഗ്ലീഷ് സ്കിറ്റ് മത്സരം കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ജഡ്ജസിനെ വിധി പ്രഖ്യാപനത്തിനായി വിളിക്കുന്നു. അപ്പം അങ്ങനെ ഞാൻ പതുക്കെ മൈക്കൊക്കെ എടുത്തു. മലപ്പുറത്ത് നടന്ന ഇംഗ്ലീഷ് സ്കിറ്റ് മത്സരത്തിന്റെ വിധി പ്രഖ്യാപനം നടത്താൻ പോവുകയാണ്. 1ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് ചെസ് നമ്പർ 490. അപ്പം അപ്പുറത്ത് നമ്മൾ നേരത്തെ കണ്ടില്ലേ ഒരു ചേട്ടൻ, ആ കക്ഷി, അങ്ങനെ പറയണ്ട ഈ അങ്ങനെ പറയണ്ട, ഇംഗ്ലീഷ് മത്സരത്തിൽ ഇംഗ്ലീഷ് ഡ്രാമയ്ക്ക് മാർക്കിടാൻ വന്നതല്ലേ, ഇംഗ്ലീഷ് പറഞ്ഞാൽ മതി, ഇംഗ്ലീഷ് പറയാണ്ട് ഈ വീട്ടിൽ പോയില്ല എന്ന് പറഞ്ഞു. ഞാൻ വിനോദം നോക്കി. അപ്പം പറഞ്ഞ ആ ചേച്ചി,
ഇംഗ്ലീഷ് തന്നെ പറഞ്ഞാൽ അവർ ഇംഗ്ലീഷ് പറയാൻ എനിക്ക് വീട്ടിൽ പോയില്ലെന്ന് ആ ചേച്ചി വേറെ. അപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെണ്ട മത്സരത്തിന് ജഡ്ജസിനോട് ചെണ്ട കൊട്ടി പ്രൈസ് വയ്ക്കാൻ പറയുമെന്ന് വെച്ചു. അപ്പോൾ അത് അവർക്ക് ഒന്നും കൂടി അവർ കയറി. അപ്പോൾ വാശിക്ക് വാശി പോലെ കിടയി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ വീണ്ടും മൈക്ക് എടുത്തിട്ട് ഇങ്ങനെ പറയാൻ നേരത്ത് പ്രിയപ്പെട്ടവരെ ഞാൻ അനൗൺസ് ചെയ്യാൻ പോകണം. വേണ്ട നിങ്ങൾ പറയണ്ട കേട്ടാ, നിങ്ങൾ ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ പറഞ്ഞു. എൻ്റെ കെട്ടുകാലി പണം വെച്ചിട്ടാണ് ഈ പിള്ളേരെ കൊണ്ട് ഞാൻ ഈ ഡ്രാമ പഠിപ്പിച്ചത്. എൻ്റെ ഭാര്യയുടെ കെട്ടുകാലി പണം വെച്ചിട്ട് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വെച്ചിട്ട് ഇംഗ്ലീഷ് പറഞ്ഞാൽ അല്ല നടക്കൂല, ഞങ്ങൾ നടത്താൻ സംഭവിക്കില്ല. എന്ത് സംശയമുണ്ട് എനിക്ക്. ഞാൻ അങ്ങനെ അറ്റത്തേക്ക് നോക്കേണ്ട ഒരുത്തൻ വലിയ കല്ലെടുത്തിട്ട് ഇതായത് സംശയമുണ്ടോ അതിൻ്റെ വേറെ പിച്ചില്ല സംശയമുണ്ടോ എനിക്ക്. വിനോദ് പറഞ്ഞു ആ ഇംഗ്ലീഷിൽ പറയാമെന്ന്. ചെറിയ വെടിക്കുള്ള സാധനം ഇവിടെ ഉണ്ട്, ചെറിയ വെടിക്ക്. മൈക്കെടുത്ത് പറഞ്ഞു ഗുഡ് ഈവനിങ് മലപ്പുറം. ഫസ്റ്റ് ഓഫ് ഓൾ ഐ വുഡ് ലൈക്ക് ടു താങ്ക് ടു മലപ്പുറം പീപ്പിൾ സർ ബിക്കോസ് ഓഫ് ദ വെരി ഗുഡ് പെർഫോമൻസ്. ആൻഡ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്കറിയാം ഈ സംഗതി ക്ലച്ച് പിടിക്കില്ലെന്ന്. കാര്യം ഞാൻ ഇംഗ്ലീഷ് ആലോചിച്ച് പറയുന്ന ഒരാളാണ്. അതിൽ കുറച്ച് ബുദ്ധിജീവിതം കടത്തിട്ട് പറഞ്ഞു ഐ എം വെരി ഹാപ്പി ടു സീ ദ പെർഫോമൻസ്. യാ ആൻഡ് ഇറ്റ്സ് വെരി ഗുഡ് പീപ്പിൾ ആൻഡ് സ്റ്റുഡൻസ് ടീച്ചേഴ്സ് ക്ലാപ്പ് ടീച്ചേഴ്സ് ക്ലാപ്പ് യെസ്. And first prize goes to chess number 401, second prize to bracketed എന്നൊക്കെ പറഞ്ഞ് 3 പ്രൈസും പറഞ്ഞപ്പോൾ കക്ഷി പറയാം അങ്ങനെ പോകാൻ നോക്കണ്ട കേട്ടോ, അങ്ങനെ പോകാൻ നോക്കട്ടെ, എന്താണ് ഡ്രാമയും സ്കിറ്റ് എന്താണെന്ന് പറഞ്ഞിട്ട് പോയാൽ മതി, ജഡ്ജസ് അല്ലേ അങ്ങനെ പറഞ്ഞിട്ട് പോയാൽ മതി കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ കലോത്സവവുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനത്തെ ഒരുപാട് കഥകളുണ്ട്. നമുക്കറിയാം കൊറോണ വന്നിങ്ങനെ ഈ സമയത്ത് കലോത്സവങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കലോത്സവത്തിൻ്റെ മരം പൂക്കും, അത് വീണ്ടും വരും, വീണ്ടും കലോത്സവ വേദിയിലേക്ക് കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ വയ്ക്കുന്നു. രഞ്ജു കാർത്തിയായനി, നന്ദി, നമസ്കാരം. വെരി വെൽ പെർഫോംഡ്. നല്ല പെർഫോമൻസ് ആയിരുന്നു, നല്ല എനർജി ഉണ്ടായിരുന്നു. രഞ്ജു നല്ല പ്രകടനമായിരുന്നു. രഞ്ജു നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറെ ഏരിയകളിലൂടെയാണ് തമാശ പറഞ്ഞു പോയത്. രഞ്ജുവിന്റെ കൂടുതൽ കുറച്ചുകൂടെ രഞ്ജുവിന്റെ ഒരു ആക്ടിങ് ടാലന്റുകൾ എക്സ്പ്ലോർ ചെയ്യുന്ന പ്രകടനമായിരുന്നു സ്റ്റാൻഡപ്പിനപ്പുറം. രഞ്ജു ഒരു പരിധി ഒരു മൊണാറ്റിന്റെ വക്ക് വരെ എത്തുന്ന പ്രകടനങ്ങൾ പല അഭിനയങ്ങളും കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം. ഞാനിതെല്ലാം ചെയ്തിട്ടുണ്ട്. മൊണാറ്റ് പഠിപ്പിക്കാനും മൊണാറ്റ് മിമിക്രിയുടെ ജഡ്ജ്മെന്റിനും അവതരണത്തിനും പോയിട്ടുള്ള ആള് തന്നെയാണ്. കൊല്ലത്തൊരിക്കലും ഒരു പരിപാടിക്ക് പോയപ്പോൾ അവിടെ വലിയ ഘോഷയാത്രയുണ്ട്. അപ്പൊ അവര് ഘോഷയാത്രയ്ക്ക് അവിടെ ടാബ്ലോകൾ വരും ലോറിയിൽ. അത് ജഡ്ജ് ചെയ്യാൻ ഒരാൾ വേണം, ഒരു കലാകാരൻ വേണം. അതുപോലെ ഏറ്റെടുത്ത ഒരു ജഡ്ജ് വരുന്നുമില്ല, ഫോണും എടുക്കുന്നില്ല. അങ്ങനെ ഞങ്ങളുടെ സ്റ്റേജിന്റെ ബാക്കിൽ വന്നിട്ട് കമ്മിറ്റിക്കാർ പറഞ്ഞു ഈ ടാബ്ലോ ഒക്കെ ഒന്ന് ജഡ്ജ് ചെയ്യാൻ ഒരാളെ കിട്ടുമെന്ന് ചോദിച്ചു എന്നെ പിടിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതിന്റെ അപകടം വളരെ വ്യക്തമാണ്. എനിക്കിതിന് കൃത്യമായിട്ടറിയാം ഇത് എങ്ങോട്ട് ചെല്ലും. ആ നാട്ടിൽ അത് കഴിഞ്ഞ് പ്രോഗ്രാം അവതരിപ്പിക്കേണ്ട ഞാൻ ഏതെങ്കിലും ഒരു ടീമിന് മാത്രം സമ്മാനം കൊടുത്ത് ബാക്കിയുള്ള 8-10 ടീമുകളെ ശത്രുവാക്കിയാൽ ഈ 10 ടീം ഉത്സവപ്പറമ്പിൽ നിൽക്കുമ്പോൾ അവരുടെ മുന്നിൽ നിന്ന് മിമിക്രി കളിക്കേണ്ട ഗതികേട് എനിക്കുണ്ടെന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് ഞാൻ പോയില്ല. ചേർത്തല സ്വദേശിയായിട്ട് ജോൺ തോമസ് എന്ന് പറയുന്ന മലയാളം പാടുന്ന പാട്ടുകാരൻ ഇത് ഏറ്റെടുത്തു. പുള്ളി ചെയ്തോളാന്ന് പറഞ്ഞു. ജോൺ തോമസ് എന്ന് നോക്കി. അപ്പൊ ഏതോ ഒരു ടാബ്ലോ, അപ്പൊ അന്ന് ടാബ്ലോയിൽ ചെറിയ ഒരു ഭദ്രകാളിയോ ആരോ ഇരിക്കുന്നുണ്ട്, ഒരു സിംഹം ഫ്രണ്ടിലുണ്ട്. സിംഹത്തിന് മോട്ടർ വെച്ചിട്ട് ഇങ്ങനെ സൂപ്പർ സാധനം. ജോൺ തോമസ് അതിന് സമ്മാനം കൊടുത്തു. സമ്മാന പ്രഖ്യാപനം കഴിയലും എവിട്ടെന്നാന്നറിയാൻ ഒരു പ്ലാസ്റ്റിക് കസേര വന്ന് തലക്കിട്ട് കൊള്ളണാണ് കാണുന്നത് ജോൺ തോമസിന്. എന്താ വെച്ചു പറഞ്ഞു, ഒരുത്തം വന്നിട്ട് വെച്ചു ടാബ്ലോ എന്ന് വെച്ചാൽ എന്താന്ന് പറയടാ പറഞ്ഞു. നിശ്ചല ചിത്രം. അതിനകത്തെ കടുവ വാ തുറക്കുന്നതും അടയ്ക്കുന്നത് നീ കണ്ടായിരുന്നോ? കണ്ടു. അത് നിശ്ചലമാണോ? അല്ല. പിന്നെ നീ എന്തിനാ കടുവയ്ക്ക് സമ്മാനം കൊടുത്തതെന്ന് ചോദിച്ചിട്ട് വഴക്കെന്ന് പറഞ്ഞ ജോൺ തോമസിന് ഒരു രക്ഷയില്ല. അവസാനം ജോൺ തോമസ് വന്നിട്ട് ഫസ്റ്റ് പാട്ട് പാടാൻ സ്നേഹത്തുമ്പി ഞാനില്ലേ കൂടെ എന്ന് പറയുമ്പോ ഒരു 200 പേര് ഫ്രണ്ടിൽ നിന്ന് പൂ എന്ന് പറഞ്ഞ് നിരന്തരം. പിന്നെ ജോൺ തോമസ് പാടണില്ല. ഞാൻ ജോൺ തോമസ് അടുത്ത പാട്ട് നിങ്ങടെ ഇന്ന് ഇനി വേണ്ട വയ്യ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി. അല്ല, അതുപോലെ തന്നെ ഞങ്ങള് ജില്ലാ കലോത്സവത്തിന് ജഡ്ജസ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ജില്ലാ കലോത്സവം ഇത് പറഞ്ഞ പോലെ പ്രശസ്ത കലാകാരിയും സിനിമ. അപ്പൊ അന്ന് കുറച്ചൊക്കെ സിനിമയിലൊക്കെ ഉണ്ട്. സിനിമ അതുപോലെ ഭരതനാട്യത്തിൽ ഒന്നിറങ്ങി. അപ്പൊ ഓരോരുത്തരെ ഞങ്ങൾ 3 പേരുണ്ട്. 3 പേരെ പരിചയപ്പെടുത്തി. ഒരേ ഡാൻസ് തന്നെയാണ് എല്ലാവരും. അവിടെ ഒരു മാഷാന്ന് തോന്നുന്നു പഠിപ്പിക്കുന്ന 5-6 കുട്ടികൾ ഒരേപോലെ, ഒരു വ്യത്യാസവും ഇല്ല. അവർ ഇച്ചിരി ഡ്രസ്സിൽ മാത്രം അതിന്റെ കളറിൽ അങ്ങനെ വരാറില്ലേ. അപ്പൊ അതിങ്ങനെ നോക്കി അപ്പൊ ഇതിൽ ആർക്ക് കൊടുക്കും? അപ്പൊ ഞങ്ങൾ ആകെ കൺഫ്യൂഷൻ. എല്ലാവരും ഒരേപോലെ കളിക്കും. അപ്പൊ ഞാൻ പറഞ്ഞി നിനക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാ? പിന്നെ അതൊക്കെ നമുക്ക് നോക്കാനുണ്ട്. അവരെല്ലാം ഒരേപോലെ കളിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പച്ച, എനിക്കും പച്ച കുഴപ്പമില്ല, അവളുടെ അതിനും പച്ച കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഏകദേശം ഒരു പച്ച ഡ്രസ്സിങ്. പിന്നെ വേറെ അങ്ങോട്ടേക്ക് പിന്നെ ആകാര സുഷമയിലേക്ക് പോയി. ബാക്കിയുള്ളതെല്ലാം എല്ലാവരും ഒരേപോലെ. അപ്പൊ നന്നായിട്ട് ഒരുങ്ങിയിട്ടുള്ള കുട്ടികൾ ആരാണ് അങ്ങനെ അതിന് കുറച്ചും കൂടി ഒരു അതായത് 1/2 മാർക്ക് 1/4 മാർക്ക് 0.5 കൊടുക്കുന്നത്. അത് കൊടുത്തു കഴിഞ്ഞ്
ഇത് അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പം അവിടെ നിന്ന് ഒരു അച്ഛനും അമ്മയും നീയൊക്കെ എവിടെ നിന്ന് വന്നടി, നീയൊക്കെ എവിടെ നിന്ന് നീ പോകുന്ന വഴി ലോറി കയറി ചാവടി, നീയൊക്കെ ഇന്നലെ 10,000 രൂപയും മേടിച്ചോണ്ട് ഇവിടെ വന്നെന്നുള്ള കറക്റ്റ് കാര്യം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്, നീ ഒന്നും പോകത്തില്ല ഇവിടെ ജീവനോടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇതേപോലെ പോലീസുകാർ വന്ന് ഞാനൊക്കെ വിറച്ച് പേടിച്ച് പിന്നെ അവിടെ കാലടി എത്തുന്നവരെ ലോറി കയറി ചാവാതിരിക്കാനുള്ളൊരു പ്രാർത്ഥനയായിരുന്നു. അപ്പോ രഞ്ജു നല്ല പെർഫോമൻസ് ആയിരുന്നു. Thank you. അപ്പോ വീണ്ടും വരിക. താങ്ക്സ് സോ മച്ച്. താങ്ക് യു. ശരടി എന്തോ ഇന്നൊരു സന്തോഷം. സുരഭി അറിയില്ലേ? അതാണ് പറയുന്നത്. സുരഭി ഇന്നൊരു സന്തോഷം നിറഞ്ഞ ദിവസമാണ് എന്റെ ജീവിതത്തിൽ. എന്താണ്? ഹാപ്പി ബർത്ത്ഡേ ആണോ? ഹാപ്പി ബർത്ത്ഡേ ആണോ? അയ്യോ, എനിക്ക് 51 വയസ്സ് തികഞ്ഞ ദിവസമാണെന്ന്. ഓ ഹാപ്പി ബർത്ത്ഡേ ടു യു കിസമാമ. Happy returns of the day. ഹാപ്പി ബർത്ത്ഡേ. കേസമാമ സ്ട്രോക്ക് ആണോ മാമ? എന്താ പറ്റിയേ? ഷുഗർ ഒക്കെ ഉള്ള അതെ, വേറെ സംഭവം ഉണ്ട് എനിക്ക്. അതായത് എൻ്റെ ജീവിതത്തിൽ ഇന്നിപ്പോൾ ബർത്ത്ഡേ ആണല്ലോ, അപ്പം ഞാനൊരു ജോത്സ്യനെ കണ്ട് നോക്കിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് എൻ്റെ ഇപ്പോൾ ഈ 51ാമത്തെ വയസ്സിൽ 2 കാര്യങ്ങൾ സംഭവിക്കും ജീവിതത്തിൽ. ഒന്ന്, എനിക്ക് എൻ്റെ ശരീരത്തിന് അംഗഭംഗം സംഭവിക്കും. അപ്പൊ ആദ്യത്തെ കാര്യം സംഭവിച്ചു. അംഗഭംഗം, എൻ്റെ ഇയർ ബാലൻസ് പോയി കിടക്കുക. അയ്യോ. ഞാനിപ്പോ ഈ രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞില്ലേ, അത് എൻ്റെ ഭാര്യ അടുത്ത് നിന്ന് പറഞ്ഞതിന് അവൾ എൻ്റെ കരണക്കുറ്റിക്കൊട്ട് റെഡി ആണ്. അതിന് ഇയർ ബാലൻസ് പോയി. ഓ, അപ്പൊ ഈ ഒന്നാമത്തെ കാര്യം ഞാൻ ഭാര്യയോട് പറഞ്ഞപ്പോഴാണ് രണ്ടാമത്തെ കാര്യം സംഭവിച്ചത്. ആണോ? ഒന്നാമത്തെ കാര്യം എന്താ? ഒന്നാമത്തെ കാര്യം, ഈ 51ാമത്തെ വയസ്സിൽ ഞാൻ വീണ്ടും ഒന്നുകൂടെ കെട്ടുവന്ന്. അങ്ങനെയൊക്കെ പറയല്ലേ? അങ്ങനെ ഒരു ഇല്ല ഏട്ടാ, അത് നമ്മുടെ ജ്യോതിഷത്തിൽ അങ്ങനെ അങ്ങ് പറഞ്ഞു പോകില്ല. അതെല്ലാം നടന്നോണ്ട് നിർബന്ധമില്ല. ജ്യോതിഷത്തില് പലരും പറയുന്നൊന്നും ശരിയായി. ചില തട്ടിപ്പ് ജ്യോത്സ്യന്മാരൊക്കെ ഉണ്ട്. തട്ടിപ്പ് ജ്യോത്സ്യന്മാര് പറഞ്ഞാൽ ഇത് ശരിയാവൂല. ഇല്ലെന്നേ, തട്ടിപ്പ് ജ്യോത്സ്യനായിരിക്കും. നമ്മുടെ കൃഷ്ണപ്പണിക്കര് അദ്ദേഹമാണ് ഇത് കുറിച്ച് തന്നെ. എനിക്ക് ഇല്ല, പുള്ളി തട്ടിപ്പ് ജ്യോത്സ്യനായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചത്. നിങ്ങൾ 50ാമത്തെ ദിവസം 2ാമത് കല്യാണം കഴിയൂന്നൊക്കെ പറഞ്ഞു തന്നത്. പുള്ളി ഇതിനു മുമ്പ് ഒരു കാര്യം എന്നോട് പറഞ്ഞത് അത് കറക്റ്റ് സംഭവിച്ചല്ലോ. ഇവിടെ എന്തോ, ഞാനൊരു വലിയ ഫ്ലോറിൽ വരുമെന്നും ഒരു മഹാനായ ഒരു നടന്റെ ഒരു മഹാന്റെ മുമ്പിൽ ഞാൻ വന്ന് പരിപാടി ചെയ്യുന്നു, ഞങ്ങൾ ഭയങ്കര കോമ്പിനേഷൻ ആവുമെന്ന് പുള്ളി പറഞ്ഞു. അത് പിഷാരടിയാണെന്ന് കൂടി പുള്ളി പറഞ്ഞു. കൃഷ്ണപ്പണിക്കര് മനസ്സിലായി. പുള്ളി പറഞ്ഞ സംഭവിക്കും കേട്ടോ. പുള്ളി തന്നെ ഇതും പറഞ്ഞിരിക്കുന്നത്. രണ്ട് കാര്യം പറഞ്ഞോളൂ. പോയി പിടിച്ചെണീപ്പിച്ച് അമ്മാവാ. ഞാൻ ചോദിക്കുന്നതേ, അപ്പൊ ഇപ്പൊ പറഞ്ഞല്ലോ എന്റെ കാര്യം, എന്നെ പരിചയപ്പെടും മഹാനാണെന്നൊക്കെ പുള്ളി പറഞ്ഞല്ലോ. ആ സ്ഥിതിക്ക് ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു വിവാഹയോഗം 2ാമതുണ്ടെങ്കിൽ ആ പെൺകുട്ടി ആരാന്നുള്ളത് അവര് പറഞ്ഞിട്ടുണ്ടാവും. അതും ഓക്കെ ആയിട്ടുണ്ട്. ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ച് നോക്കിയപ്പോ ആളെ കണ്ടു കിട്ടി. ആരാത്? ഞാനപ്പോ ഇന്നലെ നമ്മുടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഞാൻ മേക്കപ്പ് റൂമിൽ ഒന്ന് കയറി. അവിടെ ചെന്നപ്പോ ഒരു പാസ്പോർട്ട് ഇരിക്കണം ഒരു കുട്ടിയുടെ. അപ്പൊ ഞാനത് തുറന്നു നോക്കിയപ്പോ ആ കുട്ടിയുടെ അതിലെ പ്രായം കൊണ്ടും എന്റെ പ്രായം കൊണ്ടും ഞങ്ങള് മാച്ചാണ്. ആ ആള് ഡയാനയാണ്. ഡയാനെ കെട്ടുമെന്നാണ് പുള്ളി പറഞ്ഞത്. കള്ളക്കളവന്റെ ആവിനെയാണിത്. തനിക്ക് എന്റെ അപ്പൂപ്പന്റെ പ്രായമില്ലോട്ട് തന്നെ എങ്ങനെ കിട്ടുന്നത്? കേട്ടോ ചേച്ചി, നോ പറയണം. ഇങ്ങനെ പല അഭ്യാസങ്ങളും അപ്പൊ മോള് ഈ വിവാഹത്തിന് സമ്മതിച്ച സ്ഥിതിക്ക് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. എന്ത് കാര്യം? സമയമില്ല. ഇനിയിപ്പോ ഞങ്ങളുടെ ചെലവുകളുണ്ടല്ലോ, ഞങ്ങളുടെ വിവാഹത്തിന്റെ ചെലവ്. അപ്പൊ ഞങ്ങളുടെ കല്യാണത്തിന്റെ ചെലവ് പിഷാരടി വഹിക്കണം. അതെ, നടക്കൂല കേട്ടോ. നിങ്ങൾ കല്യാണം കഴിക്കോ കല്യാണം ഇരിക്കോ എന്നാന്ന് വെച്ചാൽ ചെയ്യും. അതിന് എന്നെ പിടിച്ച് എവിടെത്തരുത്. എന്റെ കാശുമില്ല തരാനായിട്ട്. എവിടെന്നാന്ന് വെച്ചാൽ പൈസ ഉണ്ടാക്കിയിട്ട് ഡയാനായിട്ട് തീരുമാനിച്ച് ചെയ്തു. എന്നെ ഇതിനകത്ത് വലിച്ചടക്കരുത് കേട്ടല്ലോ. അല്ല, ഡയാന എനിക്ക് ഇടപെടാൻ പറ്റത്തില്ല ഇതിനകത്ത്. പുള്ളിക്ക് പൈസ ഉണ്ടാക്കണം, ഡയാനക്ക് കാശുണ്ട്, ഡയാനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട്. നിങ്ങൾ തമ്മിലായിരിക്കോ? അല്ല, നടക്കണ കാര്യമല്ല ഇത്. ഞാൻ 10ന്റെ പൈസ തരൂല, ഉറപ്പാ. അപ്പൊ പിഷാരടി ഞങ്ങളുടെ കല്യാണം നടത്തി തരാന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കൂടി പോവാം. അല്ലേ സുരഭി? അതല്ല നല്ലത്. അപ്പൊ ഇവര് രണ്ടുപേരും നമ്മുടെ ഈ കല്യാണത്തിന് സമ്മതിച്ച നിക്കട്ടെ. ചേട്ടന്റെ ഭാര്യയില്ലേ സ്നേഹലത ചേച്ചി, ചേച്ചി ഇങ്ങോട്ട് വരട്ടെ. ബാക്കി ഞാൻ റെഡിയാക്കി തരാം. ഞാൻ പോട്ടെ. ഇപ്പൊ നിങ്ങൾക്ക് തലയിറങ്ങി വീഴണ്ടേ? ഇപ്പൊ തലയിറങ്ങി വീഴണ്ടേ?
എന്റെ പിഷാരടി, ഞാൻ 5-6 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ എന്റെ പുറകെ ഓടിച്ചിട്ട് പിടിച്ച് അവിടെ ഇട്ടിടിച്ച് എന്നെ നശിപ്പിക്കണവളാ. അവളുടെ ഒക്കെ മുന്നിൽ ഞാനിവിടെ തല കറങ്ങി വീണ് കൊടുത്തു കഴിഞ്ഞാൽ എന്റെ അടുത്ത് ഇയർ ബാലൻസ് കൊണ്ട് തറക്കൂലേ? ഒരു പള്ളി പറഞ്ഞാൽ മതി. മികച്ച ഹാസ്യ കലാകാരന്മാരുടെ തികവ് കൊണ്ടും എണ്ണം കൊണ്ടും സമ്പന്നമാണ് നമ്മുടെ ഹാസ്യകലാലോകം. വ്യത്യസ്തമായ കലാപ്രകടനങ്ങൾ കൊണ്ട് നമ്മളെ നാളിന്ന് വരെ രസിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്തിരുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട് നമുക്ക്. അവരിൽ ചിലരെയാണ് നിങ്ങൾക്ക് മുന്നിൽ ഫൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2.0 എക്സലൻസ് അവാർഡ് സെഗ്മെന്റിലൂടെ എത്തിക്കുന്നത്. എന്നും നമ്മോടൊപ്പം അങ്ങനെ ഒരു വിശിഷ്ട അതിഥിയുണ്ട്. ദൃശ്യകലാരംഗത്തും അതുപോലെ തന്നെ ഹാസ്യകലാ ലോകത്തിനും ഒരുപാട് സംഭാവനകൾ നൽകിയ നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ കലാകാരൻ ശ്രീ അലക്സ് കോട്ടയം. നമസ്കാരം. ഞങ്ങളുടെ പ്രത്യേക ഭാഷയാണ് അത്. ഇതൊന്നുമല്ല, വളരെ പണ്ടൊരു TV ഷോയില് ഞാനൊരു കരാട്ടക്കാരനായിട്ട് അഭിനയിച്ചു. അലക്സ് ഏട്ടനുണ്ട് കൂടെ. അതിനകത്ത് കരാട്ടെ പഠിപ്പിക്കാൻ വരുന്നവര് ഹേയ് പുടുപുടാച്ചി എന്ന് പറയുന്നുണ്ട്. അത് പുള്ളി എടുത്തുകൊണ്ട് വന്ന് ഇപ്പോഴും എന്നെ അന്ന് കാലത്തോട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഈ പുടുപുടാച്ചി. അലക്സ് ഏട്ടാ നമസ്കാരം. നമസ്കാരം. വളരെ സന്തോഷം. നമസ്കാരം. KL795 എറണാകുളം നോർത്ത് എന്ന് പറയുന്ന സിനിമയിൽ ഒരു ഓട്ടോ ഡ്രൈവർ ഇന്ദ്രൻ സേട്ടന്റെ അപരനാണ്. അതിനകത്ത് തനി ഇന്ദ്രൻ സേട്ടൻ എന്ന് തോന്നുന്ന ഒരാൾ അഭിനയിച്ചിട്ടുണ്ട്. അയാളാണ് ഈ നിൽക്കുന്ന ആള്. പിന്നെ പുള്ളി താടി വളർത്തി മുടി വെട്ടി വേറെ റൂട്ടിലേക്കായി. വെട്ടാതായി എന്തൊക്കെയോ ചെയ്തു. മുടി ആദ്യമേ കുറച്ചു നാൾ കഴിഞ്ഞു മുടി അങ്ങ് വളർത്തി. ആ വളർത്തിയോണ്ട് ഒരു ഗുണമുണ്ടായി. എന്താ? പിഷാരുടെ ആദ്യം ഡയറക്ടർ സിനിമയ്ക്ക് എനിക്ക് നല്ലൊരു വേഷം കിട്ടിയത്. അതെ, ആ DJ കാരനായിട്ട് ഫസ്റ്റ് സീനിൽ അഭിനയിച്ചത്. ആ സിനിമ തുടങ്ങുന്നത് ഈ കഥാപാത്രത്തെ വെച്ചാണ്. മുടി ഒന്ന് കാണിക്കേ സൈഡ്. ഇപ്പോഴോ കുറച്ചേ ഉള്ളൂ ഇത്. ഒരു കുഞ്ഞാപ്പൻ. അതെ. പിന്നെ സുന്ദരപുരുഷൻ എന്ന് പറയുന്ന പടത്തിലാണ് ഒരു മെയിൻ വേഷം പിന്നെ ചെയ്യുന്നത്. ഞാൻ സുന്ദരപുരുഷനിലാണ് അലക്സേട്ടനെ ശ്രദ്ധിക്കുന്നത്. പിന്നെ ദോസ്ത് ദിലീപേട്ടന്റെ കൂട്ടുകാരനായിട്ട്. ദോസ്തിന് ദിലീപേട്ടന്റെ കൂട്ടുകാരനായിട്ട്. പിന്നെ വൺ വേ ടിക്കറ്റ് പൃഥ്വിരാജിന്റെ കൂട്ടുകാരനായിട്ട്. അലക്സേട്ടനെ ചെറുതായിട്ട് ആളെ പറ്റിക്കുന്നതിൽ ഒരു വലിയ വിനോദമുള്ള ആളാണ്. വലിയ ആഘോഷങ്ങൾ നടത്തുന്ന ആളാണ്. ഞങ്ങളുടെ ഒരു പ്രോഗ്രാം ഷൂട്ടിംഗ് ഇന്നത്തോടെ തീരുകയാണ്. ഇനി ഈ പ്രോഗ്രാമിന്റെ എപ്പിസോഡുകൾ ഇല്ല. ഇന്ന് ഷൂട്ട് ചെയ്യുന്നത് ലാസ്റ്റ് എപ്പിസോഡാണ്. ഇത് ലാസ്റ്റ് എപ്പിസോഡാണെന്ന് അറിയാത്ത ഒരേ ഒരാൾ ഞാനും. ആ ടോട്ടൽ ക്രൂവില് ഞാൻ ഇനിയും എപ്പിസോഡ് ഉണ്ടാകുമെന്ന് വിചാരിച്ച് അന്ന് അഭിനയിക്കാനും സ്ക്രിപ്റ്റ് എഴുതിയ കൂട്ടത്തിൽ നിൽക്കുകയാണ്. അന്നത്തെ എപ്പിസോഡിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ആ ചങ്ങനാശ്ശേരി ഭാഗത്തുള്ളൊരു ബാറിൽ പോയി ഓരോ ബിയറും നല്ല ഭക്ഷണമൊക്കെ എന്റെ പൈസക്ക് കഴിച്ചിട്ട് 1000 രൂപ അതുവരെ ഷൂട്ട് ചെയ്ത എപ്പിസോഡിന് എനിക്ക് കിട്ടിയ 1000 രൂപ കടം കിട്ടിയത് മേടിച്ചിട്ട് നാളെ ഷൂട്ടിങ്ങിന് വരുമ്പോ തരാന്ന് പറഞ്ഞ് പുള്ളി പോയി. പിന്നെ ഷൂട്ടിങ്ങേ ഇല്ല കുറെ നാളത്തേക്ക്. വ്യത്യാസം അത് പാക്കപ്പായി. അത് പുള്ളിക്ക് അറിയാമായിരുന്നു ഇത് പാക്കപ്പ് ആവുന്നുള്ളത് അലക്സ് ചേട്ടന്. പിന്നെ ഈ ലോകത്ത് ഏത് കാര്യത്തിന് സമയം തെറ്റിച്ച് പറഞ്ഞ് പറ്റിക്കുന്നവരെയും ഓക്കെ പറ്റിക്കാം. ഒരു എന്റർടൈൻമെന്റ് ഉണ്ട് അതിനകത്ത്. സ്വന്തം കല്യാണത്തിന് ഈ അലക്സ് ചേട്ടന്റെ കല്യാണം 12 മണിക്കാണ് പള്ളിയിൽ. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ 8:30 നീ പള്ളിയിൽ എത്തണം, 8:30 കല്യാണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറിച്ചി പള്ളിയിൽ രാവിലെ 8:30 മണിക്ക് എത്തുമ്പോ പള്ളിയുടെ ഗേറ്റ് അടച്ചിട്ടേക്കും. അവിടെയൊന്നും ആരും ഇല്ല. ഞാൻ അവിടെ നിന്ന് വിളിച്ചപ്പോ പറഞ്ഞു, അവിടെ ഇരുന്നോ, ഞങ്ങള് 12 മണിയാവുമ്പോ എത്തിക്കോളാന്നും പറഞ്ഞു എന്നെ. അവിടെ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് ഓർമ്മ വരുന്നുണ്ടല്ലോ ശബരിമല അയ്യപ്പനെ. ഞാൻ അങ്ങോട്ട് എന്താന്ന് വെച്ചാൽ ഞങ്ങള് വണ്ടിയിൽ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ അവിടെ ഈ പള്ളിയുടെ മുറ്റത്ത് കുറെ പാറയൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്. ആ പാറയുടെ ഏറ്റവും മുകളിൽ ഒരാൾ നിന്നിട്ട് ഇങ്ങനെ കല്യാണത്തിന് ഞാൻ ഷർവാണിയൊക്കെ ഇടുന്നു. ഭയങ്കര ഇതായിരുന്നു, ഭയങ്കര അന്നൊരു മോഡലാ ഷർവാണി. ഞാൻ ഷർവാണിയൊക്കെ ഇങ്ങോട്ട് ഇട്ടുകൊണ്ട് ഇറങ്ങിയോട്ട് വന്നപ്പോഴത്തേക്ക് ഇവൻ അവിടെ വന്ന് ഒരു ഒറ്റ ചിരി, ഇന്ന് എവിടെയാ മാജിക്കുന്നത്. പിന്നെ വേറെ അലക്സേട്ടാ വിശേഷങ്ങൾ എന്തൊക്കെയാ? നല്ല വിശേഷം. ഇപ്പൊ മനസ്സിലാവും കുറച്ച് നാളായിട്ട് ഈ പെർഫോമൻസ് ഒക്കെ ഒന്നും ഇല്ല. നമ്മളിപ്പോ ഇതിന്റെ പുറയിലാണ്. കുറെ കോർഡിനേറ്റിങ്ങും കാര്യങ്ങളൊക്കെ അറിയാവില്ല. പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ ചെയ്യുന്നത്. മിമിക്രിയുടെ ബലിയാടെന്ന് പറയും ഞാൻ. എന്നെ എല്ലാരും അങ്ങനെയാ പറയുന്നത്. ഒരു സ്ഥലത്ത് നമ്മൾ 1, 2, 3 പ്രോഗ്രാം പിടിക്കും. ഓണത്തിനൊക്കെ 3 പ്രോഗ്രാം പിടിച്ചിട്ട് നമ്മൾ ലാസ്റ്റ് കളി 12 മണിക്കായിരിക്കും. 12 മണിക്ക് എത്താൻ പറ്റത്തില്ല. എത്താൻ പറ്റാതെ വരുമ്പോ ചെല്ലുന്നത് 3 മണിക്കാ. അവസാനമായിട്ടുണ്ടാകും ഓർക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ
കുട്ടനാട്ട് കിടങ്ങറ ഉള്ളിലോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെയൊക്കെ ഈ പാടങ്ങൾ അറിയാലോ. 12 മണിക്കാ പ്രോഗ്രാം, ലാസ്റ്റ് അവിടുത്തെ പ്രോഗ്രാം. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് 3 മണി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ ഇങ്ങനെ ഉറക്കളച്ച് ഇങ്ങനെ ഇരിക്കുക. നമ്മളവിടെ ഒന്നും ഒരു എതിർപ്പൊന്നുമില്ല, ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല. അവർ സ്റ്റേജ് കെട്ടിയിരിക്കുന്നു വെച്ച് കഴിഞ്ഞാല് 2 കണ്ടം അറിയാമല്ലോ, 2 കണ്ടം, നടുക്കൊരു പാത്തി, ഈ പാത്തി കൂടെ വെള്ളം ഒഴുകുക. അപ്പൊ ഇതിന്റെ ഇടയ്ക്കാണ് സ്റ്റേജ് കെട്ടിയിരിക്കുന്നത്. ഞങ്ങൾ ചെന്നോണ്ട് ഫസ്റ്റിലെ സ്റ്റേജ് ഹിന്ദിപ്പാടൊക്കെ രാജാ ദശരഥനെ ഒക്കെ കളിച്ചോണ്ട് ആൾക്കാർ ഈ 3 മണിയൊക്കെ അല്ലേ ഇങ്ങനെ ഇരുന്ന് ഇങ്ങോ ഒരു ഇതുമില്ല, കൂവുന്നുമില്ല, കൈയടിക്കുന്നുമില്ല, ഒരു എഫക്റ്റും ഇല്ല. ഇപ്പൊ രാജാ ദശരഥനെ രാംകോ കഹ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അച്ഛൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഒരു പ്രായമുള്ള ഒരു 10-70 വയസ്സുണ്ട്. ഈ പാത്തിയിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ഈ 3 മണിക്കാവും വെളുപ്പനെ ഇങ്ങനെ പരിപാടി പറഞ്ഞു വെള്ളം കോരി കഴിച്ചിട്ട് നമ്മള് വെള്ളം തിറക്കിച്ച് പരിപാടി നീ മേലെ ഇത്ര പരിപാടിയായിട്ട് വന്നത്. അതിൽ നിന്ന് ഉദ്ബോധനം ഉൾക്കൊണ്ടാണ് പിന്നീട് ജലപീരങ്കി ഗവൺമെന്റ് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞത്. ഇവരെ വെള്ളം കോരി ഒഴിച്ചിട്ട് ഓടിച്ചു വിട്ടതാണ്. അലക്സ് ചേട്ടന്റെ ആ സ്റ്റേജിൽ ഏതൊക്കെയായിരുന്നു അലക്സ് ചേട്ടൻ ചെയ്യുന്നത്? ഞാൻ മെയിൻ ആയിട്ട് ചെയ്യുന്ന ഒറ്റ ഒരാളെ ഉള്ളു, ഇന്ദ്രൻസ്. ഇന്ദ്രൻസിന്റെ ഒരു ശബ്ദം മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അതെ, ഇന്ദ്രൻസിന്റെ ശബ്ദം പറയാം. എടോ, മിനിമം ഒരു പെണ്ണിന്റെ കല്യാണം കഴിക്കാനുള്ള ആരോഗ്യമൊക്കെ ഈ ശരീരത്തിൽ ഉണ്ടോ? മേരി പ്യാരി സോനാരേ എന്ന് പറഞ്ഞ തങ്കമ്മേ. പിന്നെ ഞാൻ നമ്മുടെ എന്താ തമ്പുരാനെ എന്ന് പറഞ്ഞ ഡയലോഗ് പട്ടാഭിഷേകത്തില് തമ്പുരാനെ പാതിരാത്രിക്കു പാലുമായി വന്ന പെണ്ണിനെ കയറി കെട്ടിപ്പിടിക്കുന്നതാണോ കുട്ടിമാവ നിങ്ങളുടെ കുലീനത്വം? അയ്യോ, ചങ്ങനാശ്ശേരി സോണിയുടെ കല്യാണത്തിന്റെ തലേന്ന് എല്ലാവരും അവിടെ മിമിക്രി അവതരിപ്പിക്കാൻ പോയി. അപ്പൊ മിമിക്രി അവതരിപ്പിക്കാൻ പോയപ്പോ എല്ലാരും ഡയലോഗിനകത്തൊക്കെ വെറുതെ സോണിച്ചന്റെ പേരും വധുവിന്റെ പേരും ഒക്കെ കേറ്റാൻ തുടങ്ങി. ഡയലോഗ് തിലകനൊക്കെ വരുമ്പം സോണിയുടെ കല്യാണം എന്നൊക്കെ പറഞ്ഞു പറയുന്നു. ഇന്നസെന്റിന്റെ ശബ്ദം ഇരിക്കുന്നത് സോണിയുടെ കല്യാണത്തിന് എന്നൊക്കെ പറഞ്ഞ് അവര് പറയുന്നു. ഈ അലച്ചേട്ടൻ വന്നിട്ട് അവിടെ ആണെങ്കിൽ കല്യാണത്തിന് അന്ന് ഹർത്താലായോണ്ട് പെണ്ണ് വീട്ടുകാർ തലേന്ന് വന്ന് ചെറുക്കന്റെ വീട്ടിൽ താമസിക്കുവാണ്. ആ വീട്ടില് അവിടെ അടുത്തതായി ഇന്ദ്രൻസ് എന്ന് പറഞ്ഞിട്ട് ഓടി വന്നിട്ട് സോണിച്ചായന്റെ മുണ്ട് പറിച്ചടി ഒന്ന് കാണേണ്ട കാഴ്ചയായിരുന്നു. എല്ലാരും വേറൊരു സംഭവമുണ്ട്. ഇവരെല്ലാരും ലാലുവത്സന്റെ സ്വരത്തിലൊക്കെ പറഞ്ഞത് മിസ്റ്റർ സോണി കല്യാണം കഴിഞ്ഞ് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു ഡയലോഗും ഇല്ല. അപ്പോഴാണ് വന്നിരിക്കുന്നത്, അപ്പോഴല്ലേ സ്ഫടികത്തിന്റെ നിൽക്കുന്നത്. ഈ ഇതുകൊണ്ട് കല്യാണം കഴിഞ്ഞ് സോണിയുടെ മുണ്ട് പറിച്ചടി ഒന്ന് കാണേണ്ടത് തന്നെയാ. ഒറ്റയടിക്ക് കർട്ടൻ ഇടുന്നു. ഇനി നാളെ കല്യാണം പ്രോഗ്രാമുകളെല്ലാം നിർത്തിയെന്ന് അനൗൺസ് ചെയ്തു. സോണി പറഞ്ഞു, എടാ അത് പരിപാടിയുടെ സ്വരത്തെ പറഞ്ഞതല്ലേ. സോണി പാവം മരിച്ചുപോയി. അതെ, പിന്നെ ഇന്ന് അദ്ദേഹത്തിന്റെ നമ്മളിത് ഷൂട്ട് ചെയ്യുന്ന ദിവസം നമ്മൾ ഈ പറഞ്ഞ സോണി ചങ്ങനാശ്ശേരി മരിച്ചിട്ട് 1 വർഷം ആകുന്ന വാർഷികമാണ്. ഒരു പക്ഷെ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഈ പരിപാടിയിൽ ഈ ഒരു സെഗ്മെന്റിൽ വരേണ്ട ആളായിരുന്നു സോണിച്ചൻ. അലക്സ് ചേട്ടാ, ഒരുപാട് സന്തോഷം, നന്ദി അറിയിക്കുകയാണ്. നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് പ്രൗഡ്, ഒരു അഭിമാനം ഫീൽ ചെയ്യുന്ന മൊമെന്റ് കൂടിയാണ്. ഒരുപാട് സ്നേഹത്തോടു കൂടിയാണ് താങ്കളുടെ ഇവിടെ സാന്നിധ്യം ഞങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്നതും ഇവിടെ അനുഭവിക്കുന്നതും എല്ലാം. അപ്പം ഞങ്ങളുടെ ഒരു ചെറിയ സ്നേഹ സമ്മാനം നൽകാൻ ആഗ്രഹിക്കുന്നു, സ്നേഹാദരം നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അത് ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് രമേശ് ചേട്ടനെയും സുരഭി ചേച്ചിയും ക്ഷണിക്കുന്നു, പ്ലീസ്. ശ്രീ അലക്സ് കോട്ടയം വളരെ സജീവമായി സിനിമകളിലും വേദികളിലും ഒക്കെ നിൽക്കുന്ന സമയത്ത് തന്നെ ബോധപൂർവം അതിൻ്റെ ഒരു സംഘാടന രംഗത്തേക്ക് പോയ ഒരു കലാകാരനാണ്. ഇപ്പോഴും സിനിമകളിൽ ഇടയ്ക്കിടയ്ക്ക് ചില വേഷങ്ങൾ അത് സൗഹൃദത്തിൻ്റെ പേരിൽ വിളിച്ചാൽ ചെയ്യും. ഇപ്പോഴും ഒക്കെ അദ്ദേഹം വന്നതൊരു സൗഹൃദത്തിൻ്റെ പേരിലാണ്. കാരണം ഞാൻ വരണോ ഞാൻ ചെയ്യണോ എന്നൊക്കെ ആലോചിച്ച് നിൽക്കുന്ന ഒരു കലാകാരനാണ് അലക്സ് കോട്ടയം. വളരെ മികച്ച രീതിയിൽ അത് സംഘാടന രംഗത്തേക്ക് എത്തിയപ്പോഴും ആ മേഖലയിൽ അദ്ദേഹം വലിയൊരു പ്രതിഭയായി മാറി. കൃത്യമായ ഉത്തരവാദിത്തത്തോടു കൂടി ഒരുപാട് വലിയ ഷോകൾ, ഞങ്ങളുടെ മിമിക്രിക്കാരുടെ അസോസിയേഷൻ ഒരു വലിയ ഷോ ഈ കോവിഡ് കാലത്ത് ഒരുപാട് പേരെ സഹായിക്കുന്നതിന് വേണ്ടി ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ചാനൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു സംഘാടകനായി തിരഞ്ഞെടുത്തവരിൽ ഏറ്റവും പ്രധാനിയായി നിന്നത് അലക്സ് ചേട്ടനാണ്. അത്രയും മികച്ച ഒരു സംഘാടകനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമ്മുടെ പരിപാടിക്കും ഒരു വലിയ നേട്ടമായി നമ്മൾ കണക്കാക്കുന്നു. ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു ചെറിയ ഉപഹാരം. ഇന്നത്തെ എപ്പിസോഡ്
എപ്പിസോഡിലെ ബെസ്റ്റ് പെർഫോമറെ തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. അതിന് മുൻപായി ലെറ്റ് മീ വെൽക്കം ഗാംഗുലി ആൻഡ് രഞ്ജു കാർത്തിയാനി ഓൺ ടു ദി സ്റ്റേജ്. രഞ്ജു കാർത്തിയാനിയും ഗാംഗുലിയും മികച്ച പ്രകടനങ്ങളാണ് രണ്ടുപേരും കാഴ്ചവെച്ചത്. വേദിക്ക് പിന്നിലുള്ള അനുഭവങ്ങളൊക്കെയാണ് രഞ്ജു നമുക്ക് വേണ്ടി അവതരിപ്പിച്ചത്. എന്നാൽ ഗാംഗുലി വേറൊരു മേഖലയിൽ നിന്ന്, വീടും സീരിയലുകളും അത്തരത്തിലുള്ള ഒരു ഏരിയയിൽ നിന്നാണ് കൂടുതൽ തമാശ പറഞ്ഞത്. ഇവരുടെ മത്സരം താരതമ്യം ചെയ്യുമ്പോൾ എപ്പോഴും രഞ്ജു ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപാട് വേദികളിൽ പ്രോഗ്രാമുകൾ അവതരിപ്പിച്ച, തഴക്കവും പഴക്കവും വന്ന, അല്ലെങ്കിൽ ഒരുപാട് പേരെ മോണോ ആക്ടും മറ്റും പഠിപ്പിക്കാൻ പോകുന്ന ഒരു വിദഗ്ധനായ കലാകാരനാണ്. ഗാംഗുലി അത്രക്കാരനല്ല. ഗാംഗുലി വളരെ ഒരു തുടക്കക്കാരനാണ്. അദ്ദേഹത്തിന്റെ ആദ്യകാലങ്ങളിലെ പ്രകടനങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രകടനമാണ് ഇന്ന് നമുക്ക് വേണ്ടി കാഴ്ചവെച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, പുതിയ പ്രതിഭകൾ മുന്നിലേക്ക് വരിക എന്ന ഉദ്ദേശത്തോടെ നടത്തുന്ന ഒരു പരിപാടി കൂടിയാണെന്നിരിക്കെ ഇന്നത്തെ ബെസ്റ്റ് പെർഫോമറായി നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഗാംഗുലിയെയാണ്.